ഹലോ എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 പെസഹ വ്യാഴമാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് പെസഹ അപ്പം മുറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മനോജാജൻ്റെ അവിടെ ആട്ടോ എല്ലാവരും ഇന്ന് അപ്പം മുറിക്കാനായിട്ട് വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നടത്തിയിരിക്കുന്നത് മനോജാജനാണ്. അപ്പോൾ ആയാലും പാലായാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് ചേച്ചിയമ്മ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് പപ്പായുടെ പെങ്ങളുണ്ടായിരുന്ന സമയത്ത് ചേച്ചിയമ്മയായിരുന്നു എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഒന്നും അറിയണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇന്ന് എല്ലാം മനോജാജനാട്ടോ എല്ലാം റെഡിയാക്കിയത്. അങ്ങനെ എല്ലാം റെഡിയാക്കി ചെറിയ പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മൾ ഇത് അപ്പം മുറിക്കുന്നത്. അപ്പം വീട്ടിലെ കാരണവരാണ് അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് മുറിക്കുന്നത് മാത്രമല്ല, കൊടുക്കുന്നതിലും ഉണ്ട് ഒരു പ്രത്യേകത കേട്ടോ. പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ അപ്പം കൊടുക്കുന്നത്. അതായത് പ്രായത്തിൽ മൂത്ത ആൾക്ക് ആദ്യം കൊടുക്കും, അതിലിളയ ആൾക്ക് രണ്ടാമത്, അങ്ങനെ കൊടുത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് ലാസ്റ്റ്. അങ്ങനെ കേട്ടോ നമ്മൾ അപ്പം മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. ഇതിലിപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ലിയാം ബേബിയാണ്. ലിയാം ബേബി പക്ഷേ കഴിക്കാറായില്ലല്ലോ, അവന് 2 മാസം ആയതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഏതമോനാണെങ്കിൽ ആ കറക്റ്റ് സമയത്ത് എന്തോ വഴക്കുണ്ടാക്കി അവൻ പിണങ്ങി മാറിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് അവൻ അപ്പം കൊടുക്കുന്നതിൻ്റെ വീഡിയോയിലില്ല. പക്ഷേ അല്ലാതെ ഞങ്ങൾ കുറേ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്തൊക്കെ അവനുണ്ട് കേട്ടോ. പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എടുത്ത വീഡിയോയാണ്. ഏപ്രിൽ 2 പെസഹ വ്യാഴം രാത്രിയിൽ എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞാഘോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.